നമസ്കാരം. നമ്മളിൽ പലരും ചിന്തിക്കുന്ന ഒരു വിഷയം, നാം ഗുരുവിനെ തേടി പോകണമോ അല്ലെങ്കിൽ ഗുരു നമ്മളെ തേടി വരുമോ? വലിയൊരു ചോദ്യമാണ്. ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാരെയും നാം കാണുന്നുണ്ട്, അനുഭവമുണ്ട്. അനുഭവമാണ് ഗുരു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഗുരു എന്നുള്ള വാക്ക് തന്നെ നാം ഇന്ന് ഉപയോഗിക്കുന്നത് ആരെ കണ്ടാലും ഗുരുജി എന്ന് വിളിക്കാൻ തുടങ്ങി. ആരെ കണ്ടാലും എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ തന്നെ ഉദാഹരണമായിട്ടെടുക്കാം. എന്തെങ്കിലും ജ്യോതിഷം അല്ലെങ്കിൽ ജാതകം നോക്കുന്നു, എന്തെങ്കിലും ഫലം പറയുന്നു, ഗുരുജി എന്ന് വിളിക്കുകയാണ്. ഈ ഗുരു എന്ന വാക്ക് മറ്റൊരു തരത്തിൽ നമുക്ക് ചിന്തിക്കാം. ഈ ടീച്ചർ ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്, സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഭാഷയാണ്. ഇതിനെ അതുപോലെ ശാസ്ത്രത്തിൽ ഉപയോഗിക്കരുത്. ടീച്ചർ, സർ, ഇല്ലെങ്കിൽ ലെക്ചറർ, പ്രൊഫസർ, ഡീൻ എന്ന് പറഞ്ഞിട്ട് കുറേ ഒരു തരത്തിൽ നാം മനസ്സിലാക്കുന്നു ഒരാളുടെ ക്വാളിഫിക്കേഷനൊക്കെ. ഇപ്പോൾ പ്രൊഫസർ എന്ന് നാം സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ വിളിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം കുറച്ചുകൂടി ബൃഹത്തായതാണ്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സമൂഹത്തിൽ ആചാര്യമുഖേന, അപ്പോൾ ആചാര്യനായി കണ്ട് അങ്ങനെ കാണേണ്ട ആളുകളെയെല്ലാം ആ ശബ്ദം ഇന്ന് നാം മറന്നുപോയി. ആചിനോദഹി ശാസ്ത്രാണി ആചാരേ സ്ഥാപയത്യപി സ്വയം ആചരതേ തസ്മാദിതി ആചാര്യകഥ്യതേ. അപ്പോൾ ഈ ആചാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അത് സ്ഥാപിച്ച് സ്വയം ആചരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തി, അവിടെ ശാസ്ത്രങ്ങളിൽ ആചാര്യൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നാം കുട്ടികളെ പഠിപ്പിക്കുകയാണ്, ആചാര്യൻ എന്ന് വിളിച്ചു. അപ്പോൾ ഗുരു എന്ന് പറയുന്ന ശബ്ദം നമുക്ക് വേണമെങ്കിൽ സാധാരണക്കാർക്ക് വീണ്ടും പറയുകയാണ്, ഈക്വലൻ്റായിട്ട് വിചാരിക്കരുത്. പ്രൊഫസർ ലെവലിലുള്ള വ്യക്തികളെയാണ് ഗുരു എന്ന് നാം ഉദ്ദേശിക്കേണ്ടത്, ഇല്ലെങ്കിൽ ഗുരു എന്ന പദം കൊണ്ട് വിളിക്കേണ്ടത്. ഇപ്പോൾ എന്നെ ഗുരു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഞാൻ നഴ്സറി സ്കൂളിലെ ടീച്ചറിന് പോലും നമ്മൾ എത്തിയിട്ടില്ല. കാരണം ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഗുരുജി എന്നായി. ആ ഗുരു എന്ന ശബ്ദത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം അത്രയും ബൃഹത്തായ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ മാറ്റുക എന്നുള്ളതാണ്. ആ പെർസെപ്ഷൻ. അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ സത്വതം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് പറയുന്നു. പാഠഭേദങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ പുറത്ത് അടുത്തൊരു ചർച്ച വേണ്ട. പാഠഭേദങ്ങളുണ്ട്. അജ്ഞാന തിമിരാന്ധസ്യാഞ്ഞാണ്, അജ്ഞാനം കൊണ്ട് അന്ധകാരം, ആ അന്ധകാരത്തിൽ നിന്ന് ഒരു ഗുരു നമ്മളെ രക്ഷിക്കുകയാണ്. ആ അർത്ഥത്തിലാണ് ആ പദം ഉപയോഗിച്ച് പോരുന്നത്. അപ്പോൾ ഏവർക്കും ഈ ഗുരു എന്ന ശബ്ദത്തിൻ്റെ വെയിറ്റേജ് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ആ ഗുരു നമ്മളെ തേടി വരുമോ ഇല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ അന്വേഷിച്ച് പോകണമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഈ രണ്ട് തരത്തിലും ഇത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ചുരുക്കം ചില ആൾക്കാർക്ക്, മഹാത്മാക്കൾ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, ആ മഹാത്മാക്കൾ ഗുരുവായിട്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വളരെയേറെ അനുഭവം ഉള്ള കാര്യം തന്നെയാണ്. മറ്റു ചിലർക്ക് അവർ ഒരുപാട് സത്കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് തൻ്റെ ഗുരുവിനെ തേടി ഗുരുവിൻ്റെ സന്നിധിയിൽ ചെന്ന് എത്തിപ്പെടുകയാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ ഫ്രീ വിൽ, എൻ്റെ ചോയ്സാണ്, ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുകയും ചെയ്യാം. അത് വിധിയാണെന്ന് വിലയിരുത്തുകയും ചെയ്യാം. അത് നമ്മുടെ ചോയ്സാണ്. ഏത് രീതിക്ക് വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ ഗുരു നമ്മളെ അന്വേഷിച്ചാലും ഇല്ലെങ്കിൽ നമ്മൾ ഗുരുവിനെ അന്വേഷിച്ചാലും ഗുരു വേണം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ വസ്തുത. അപ്പോൾ നല്ലൊരു ഗുരുവിനെ ലഭിച്ചവർ, ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാനായിട്ട് നല്ലൊരു ആചാര്യനെ ലഭിച്ചവർ തന്നെ സത്യം പറഞ്ഞാൽ നല്ല ഭാഗ്യവാന്മാരാണ്. നല്ലൊരു ആചാര്യൻ, ഒരാൾ നമ്മളെ നയിക്കുക ഇല്ലെങ്കിൽ ഒരു നല്ല വഴിയിലേക്ക് നടത്തിക്കുക എന്നുള്ള ഒരു വസ്തുത, എന്നുള്ള ഒരു വിഷയം ഇവിടെ ഒരു ആചാര്യനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആചാര്യൻ എന്ന് വിളിച്ചോളൂ, ആചാര്യ ശ്രേഷ്ഠൻ എന്ന് വിളിച്ചോളൂ. ഗുരു, അതിനുശേഷം ഈ പ്രൊഫസർ ലെവലിൽ വരുന്ന ആൾക്കാരൊക്കെ ഗുരുവാണ്, അന്ധകാരത്തിൽ നിന്ന് മാറ്റുന്നവർ. ആ ഗുരുവും നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ തേടിയാലും നിങ്ങളെ അന്വേഷിച്ച് ഗുരു ഇങ്ങോട്ട് വന്നാലും ആ ഗുരു നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഒരു കാര്യം കൂടി പറയാം, ഇന്നത്തെ കാലത്ത്
1000 ഗുരുക്കന്മാർക്ക് ഒരു ശിഷ്യനേ ഉള്ളൂ. പണ്ടൊക്കെ 1000 ശിഷ്യന്മാർക്ക് ഒരു ഗുരു ഉണ്ടായിരുന്നു. ഇന്ന് റേഷ്യോ നേരെ തിരിഞ്ഞുപോയി. കലികാലമല്ലാതെ എന്തു പറയാൻ. നമസ്കാരം.